ഹായ് ഫ്രണ്ട്സ്, ട്രീ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുതിര വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് അളവിൽ മുതിര എടുത്തിട്ടുണ്ട്. ആ ഒരു മുതിര നമുക്ക് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ പാൻ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം വേണം ആ ഒരു മുതിര ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ഒരു കളറിൽ നിന്ന് ആ മുതിരയ്ക്ക് കളറിനൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. പിന്നെ മുതിര ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ, അതിന് നല്ലൊരു മണം വരും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് മാറുന്നതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ആ ഒരു മുതിര 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകുന്നതിന് ആവശ്യമായിട്ട് 2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊരു 7 സ്റ്റീം അടിച്ചെടുക്കാം. 7-8 സ്റ്റീം അടിച്ചെടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിൻ്റെയും ആ ഒരു സ്റ്റൗവിൻ്റെയൊക്കെ അനുസരിച്ച് വിസിലടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കറിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉലുവയും ചെറിയ ജീരകവും ഒന്ന് വറുത്ത് പൊടിച്ച് വയ്ക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാവേ. ഇനി കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും ഒരു 6-7 വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ പച്ചമുളകാണ്, അതുകൊണ്ടാണ് 3 എടുത്തത്. വലുതാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതെല്ലാം ഒന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ്, മീഡിയം സൈസിലുള്ള സവാളയാണ്. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഒരു മുതിരയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 7 സ്റ്റീം അടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുക്കറിൻ്റെ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ മുതിര ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതൊന്നും നമുക്ക് അടിച്ചെടുക്കണം. ആ ഒരു മുതിരക്കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു സവാളയൊക്കെ നല്ലോണം ഒന്ന് കളറ് മാറി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലോണം നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ വാളംപുളിയും കൂടി ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള അളവിൽ പുളി എടുക്കുക കേട്ടോ. ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുതിര അടിച്ച് വെച്ചിട്ടില്ല, ആ ഒരു മുതിരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ വരെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയും ചെറിയ ജീരകമൊക്കെ ഉള്ളൊരു മിക്സില്ലേ, ആ ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. തിക്കായിട്ടുള്ള ഗ്രേവിയിലുള്ള കറിയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയൊരളവിൽ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റിൽ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ മുതിരക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാട്ടോ. മുതിര വെച്ചിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.